ഇന്ന് ഡേറ്റ് വന്നിട്ട് 24, അതായത് ക്രിസ്മസിന് ഒരു ദിവസം മുന്നേ. ഞാൻ വരയിൽ തന്നെയാണ്. നാളെ ക്രിസ്മസ്, മറ്റന്നാളാണ് മഹി പോകുന്നത്. അത് ഇറ്റ്സ് ഫക്കിംഗ് സാഡ് ന്യൂസ്. മഹി എറണാകുളത്ത് പോകും, പിന്നെ അവിടെ നിന്നാണ് പിന്നെ ബാംഗ്ലൂർ പോകണം, പിന്നെ ദേശം കം ബാക്ക് അങ്ങനെ പറയുന്നത്. അപ്പോൾ ഇന്ന് റാഷിക്കാടൻ വന്നില്ല, പുള്ളി നമ്മളെ CPU കേടായി. അപ്പോൾ അതുകൊണ്ട് പുള്ളി ശരിയാക്കാൻ വേണ്ടി അത് പോയിട്ടുണ്ട്. അപ്പോൾ ഞാനൊക്കെ ഒന്ന് കട തുറന്ന്, ഞാനെന്നും കട തുറക്കുന്നത്, പുള്ളി സാറ് ഈ സമയത്താകുമ്പോൾ വരുന്നതാണ്. പിന്നെ വന്നില്ല. അപ്പോൾ ഞങ്ങളുടെ കുറച്ച് പണി ഉണ്ടായിരുന്നു, കട്ടിങ്ങൊക്കെ ഉണ്ടായിരുന്നു. ചെയ്തുകൊണ്ടിപ്പം സൊമാറ്റോ വന്ന് ഒരു KFC കവറും കൊണ്ട്, എന്നിട്ട് വിവേകല് അതുപോലെ KFC ഞാൻ കഴിക്കാറില്ല. ഫസ്റ്റ് ഓഫ് ഓൾ അത് ഈ വെളുപ്പാങ്കേടത്ത് 10 മണിയായി, 10:10:30 മണി 11:30 കഴിക്കാറില്ല. ആരും ഓർഡർ ചെയ്യാൻ? വിവേക് എന്ന് പറഞ്ഞ് ഞാൻ രാശി ചേട്ടനെ ഓർഡർ ചെയ്ത, അല്ലെങ്കിൽ എൻ്റെ ചേട്ടൻ ഓർഡർ ചെയ്ത, മാറിപ്പോയതാണ്. ഞാനുണ്ട് ബ്രോ, എൻ്റെ എല്ലാം ഞാൻ ഓർഡർ ചെയ്തിട്ടില്ല. അപ്പോൾ വിവേകല്ലേ വരാ, ഓക്കെ എല്ലാം കറക്റ്റാണല്ലോ. ഓർഡർ മഹി വിളിക്കുന്നു. അല്ല, ഞാൻ വെച്ചാൽ ഇത് എവിടെ നിന്ന് വന്നേ? അപ്പോൾ KFC. ഞാൻ അതല്ല ചോദിച്ചത്, ആര് ഓർഡർ തന്നെയാണ്? അപ്പോൾ അവൻ പറഞ്ഞ് വിവേക് മച്ചു ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ മച്ചു, മഹി മാത്രമേ ഞാൻ വിളിക്കാറുള്ളൂ അങ്ങനെ. അവിടുന്ന് മഹി വിളിക്കുന്നു. ഞാൻ ചേട്ടാ നീ ഓർഡർ ചെയ്താ? ഓ മച്ചു ഓർഡർ ചെയ്ത് സാധനം എന്ന് പറഞ്ഞാൽ ഞാൻ വെച്ചൊരു സാധനം മാത്രം ഉണ്ടോ, ഇത് ഒരു കേക്ക്. ഫക്ക് മാൻ, ഇത് കാണുമ്പോൾ നല്ല വിഷമാവുന്നു. ഇത് കാണുമ്പോൾ നല്ല വിഷമാവുന്നുണ്ട്. അവ പോവുകയാണ്. ഞാൻ എപ്പോഴും റിയാലിറ്റി ആയിട്ടില്ല. ഞാൻ അക്സെപ്റ്റ് ആയിരുന്നില്ല, സത്യം ഞാൻ ആലോചിച്ചിട്ടില്ല ഇതായിട്ട്. ഇടയ്ക്കൊരു വിഷമമുണ്ടായിരുന്നു. പിന്നെ UGC ചെയ്യണതിൻ്റെ തിരക്കിൽ മൈൻഡിൽ മൈൻഡ് എൻഗേജ്ഡ് ആയി. പക്ഷെ ആലോചിക്കുമ്പോൾ ഓക്കെ, ഹീസ് ഗോയിങ്. ഓക്കെ, വേറെ ആരും ഇല്ലെന്ന് പറയാൻ പറ്റൂല. ഗോകുലുണ്ട്, കമലുണ്ട്, ബട്ട് സ്റ്റിൽ മഹിക്ക് പിന്നെ അവരെനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. സ്റ്റിൽ എൻ്റെ വിളിച്ച അടുത്ത് ഗോകുലുണ്ടായിരുന്നു, ബട്ട് അവ ഇപ്പോൾ ഇല്ലല്ലോ. അവ പാലപ്പുഴയല്ലേ. അപ്പം ആഴ്ചയിലൊരിക്കൽ അല്ലെങ്കിൽ 2 ആഴ്ചയിലൊരിക്കൽ വന്ന് പോവാറുള്ളൂ. അത് വേറെ മിസ്സിങ് ആവും കേട്ടോ. ഞാൻ അച്ചു ആബയിൽ ഒരു സർക്കിളും കണക്ഷൻ അങ്ങ് വിട്ടുപോകും. പിന്നെ ബാംഗ്ലൂരാണ്, ദൂരമുണ്ട്. സാഡ് ബ്രോ, സാഡാണ്. ഇത് സാഡ്നെസ് കാണിച്ചതല്ല, ഒരു ഓയിലി ഭയങ്കര ഇവിടാണെന്ന് തോന്നുന്നു. ഞാൻ സെൻഡ് ചെയ്തതൊന്നുമില്ല, ഫോണിൽ ടൈപ്പ് ചെയ്തിട്ട് തക്കുവാന്ന് ഹൗസ് നെയിം ബോർഡ് അങ്ങനെന്തോ. ഇങ്ങസ് ദാറ്റ് അവൻ പോവാണ്. ആൻഡ് ഇറ്റ്സ് ടു സാഡ്. ഡൗൺ ആയ സമയത്തായിരുന്നു, ലൈക്ക് ഞാൻ അത്ര ഡൗൺ അല്ലായിരുന്നു. ആ ടൈമായിരുന്നു. അപ്പോഴാണ് അവൻ പൊട്ടി നിൽക്കുകയായിരുന്നു കടയിൽ വെച്ചിട്ട്, അവൻ്റെ ജ്യൂസ് കടയിൽ വെച്ചിട്ട്, മഞ്ചൂര് 2022 അങ്ങനെ എങ്ങാണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ അവനെ മീറ്റ് ചെയ്യണത്. മീറ്റ് വെച്ചാൽ ജിമ്മിൽ വെച്ചറിയാം, അല്ലാണ്ടുള്ള മീറ്റിംഗ് വെച്ചാൽ നവനീഷ് ആയിരുന്നു എനിക്ക് ആദ്യം കമ്പനി ജിമ്മിലാണ്. പിന്നെ നവനീഷ് അവനെ പറ്റിച്ച് അങ്ങനെ ആയപ്പോൾ പിന്നെ ഞാൻ ആ സമയത്ത് ഇടയ്ക്ക് ജിമ്മിൽ വെച്ച് ഇതിനകത്ത് മിണ്ടുമായിരുന്നു, കമ്പനി ആവുമായിരുന്നു. അപ്പോൾ ഇവൻ ഭയങ്കര ഒരു അമൂൽ ബേബി ആയിരുന്നു. എല്ലാ പ്രൊഡക്ട്സും എൻ്റെ വീട്ടിലുണ്ട്, അതായത് സ്കിൻ കെയർ പ്രൊഡക്ട്സ്, ഹെയറിൻ്റെ പ്രൊഡക്ട്സ് എല്ലാം. അങ്ങനത്തെ പയ്യനായിരുന്നു. അപ്പോൾ ഞാൻ ചോദിക്കും, പണത്തിൻ്റെ മോൻ തന്നെ. പിന്നെ ഞാൻ അവനെടുത്ത് കമ്പനി പിന്നെ നവനീഷ് അങ്ങനെ നിർത്തി. നവനീഷ് ജസ്റ്റ് ടേണിങ് പോയിൻ്റാണ്. നവനീഷ് നിർത്തിപ്പോയി. അവന് സാറെന്തോ മൈൻഡ് ചെയ്യണമെന്ന്, എന്താ സാറെന്തോ പറഞ്ഞെന്ന് പറഞ്ഞാൽ അവൻ നിർത്തി അങ്ങ് പോയി. അപ്പോൾ ഞാൻ ഇവന് കമ്പനി ആവുന്നത്. പിന്നെ അച്ചു ഉണ്ടായിരുന്ന സമയത്ത് പിന്നെയാണ് ഇവൻ കട ഇടുന്നത്. കട ഇട്ട് പിന്നെ അവിടെ കമ്പനി ആവുന്നത്. പിന്നെ കട അവനെ നല്ല ടൈറ്റ് ചെയ്ത് കട കഷ്ടപ്പെട്ടു. അവന്ന് ലോയിൽ നിൽക്കുകയായിരുന്നു. പിന്നെ കൂടെയാണ് കട വെച്ചാൽ അറിയാമല്ലോ, ഒറ്റപ്പെടലാണ്, മനസ്സിലായോ? ഒറ്റപ്പെട്ടുള്ള അവസ്ഥയാണ് കട. അവ ഒറ്റയ്ക്ക് നടത്തിയതാണ്. അച്ഛൻ വന്ന് നിൽക്കുമ്പോൾ ഇടയ്ക്ക് മുറക്കൊക്കെ മോസ്റ്റ് ഓഫ് ദ ടൈം അവനായിരുന്നു ഷോർട്സ് കട്ട് ചെയ്യണതും. അപ്പോൾ മനസ്സിലായോ, ഡൗൺ മൊമെൻറ്റിലായിരുന്നു, കട്ട ഡൗൺ. അപ്പോൾ ആ സമയത്ത് ഞാൻ ഞാൻ 3rd ഇയർ തന്നെ പഠിക്കുകയാണ്. സഫയറിൽ പഠിക്കാൻ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അത് അടുത്ത് തന്നെയാണല്ലോ, മഞ്ചൂര് തന്നെയാണല്ലോ. ഞാൻ സഫയറിൽ നിന്ന് ഇറങ്ങി ഇടയ്ക്കിടയ്ക്ക് അവൻ്റെ കടയിൽ പോയിരിക്കുകയായിരുന്നു. അവിടെ നമ്മൾ ഡിസ്കഷൻ ആയിരുന്നു. അപ്പോൾ ഷാരിഖ് ശംസുദ്ദീൻ്റെ ട്രേഡിങ് വീഡിയോ കാണുമായിരുന്നു. നമുക്ക് എന്തെങ്കിലും ലൈഫിൽ ചെയ്യണം, എക്കണോമിക്കലി ചെയ്യണം എന്നുള്ള ഭയങ്കര സംസാരവും അങ്ങനെ ഭയങ്കര ഇത്. അപ്പോൾ അവ ഇത്തിരി നല്ല ഇപ്പോൾ ആലോചിക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. അവൻ ലോ നിന്നിട്ട് ഒറ്റപ്പെടലും കൂടെ ആയിരുന്നു.
കടയിൽ ഫോട്ടോസിലൊക്കെ ആയിട്ട് അയ്യാ ലോയിൽ നിന്നിട്ട് അതിൻ്റെ ലൈനാണ് തേച്ച് അതിൻ്റെ കസിൻ വിത്ത് ഇസ് കസിൻ ഓക്കെ കസിനെ വെച്ച് കൂടെ വെച്ച് തേച്ച് എന്നിട്ട് ഫ്രണ്ട്സ് എല്ലാം പോയി അടുത്ത റോക്ക് ബോട്ടമായിരുന്നു അപ്പോൾ ബോട്ടം അതിൻ്റെ കൂടെ തന്നെ അവൻ കടയിൽ ഒറ്റയ്ക്ക് ആരെങ്കിലും തന്നെ കടുപ്പമാണ് ബട്ട് ആപ്പിൾ ആശ്വാസം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ആരെ അണ്ടറിലല്ലായിരുന്നു അവൻ്റെ കട അതുകൊണ്ട് റിലീഫ് എന്ന് പറയാൻ പറ്റില്ല അവന് വേഴ്സ് ആയില്ല അപ്പോൾ അയാൾ അണ്ടറിലായിരുന്നെങ്കിൽ അവരുടെ ഓർഡർ കേൾക്കണം സ്ട്രെസ്സ് നേരെ ആയില്ലെങ്കിൽ കുഴപ്പം അതൊക്കെ ഞാൻ ഇപ്പം അത് ഭാഗ്യത്തിൽ അതില്ലായിരുന്നു ബട്ട് എന്നാലും കടുത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ മീറ്റ് ചെയ്തത് പിന്നെയാണ് നമ്മൾ ഗ്രോയി കമ്പനിയായി ആ കട വരുമ്പോൾ നല്ല കട ഇപ്പോൾ എനിക്കൊരു മെമ്മറബിൾ തിങ് ആണ് അവനും എനിക്ക് വേറെ കേസിൽ അവനും അവൻ്റെ ആ കേസിൽ ഇപ്പോൾ കട വെച്ച ടേണിംഗ് പോയിന്റ് ഓക്കെ കടയിൽ നിന്നാണ് എൻ്റെ ഈ റെൻക്യൂൻ ഇട്ടത് GTA 4 റെൻക്യൂൻ ഇട്ട കടയിൽ നിന്നാണ് അത് കുറേ നാൾ 2-3 വർഷമായി 2 വർഷമെങ്കിലും മിനിമം പറഞ്ഞതേ ഉള്ളൂ ഇത് കടയാണ് ടേണിംഗ് പോയിന്റ് നമ്മൾ സക്സസ്ഫുൾ ആവണം എന്നുള്ള ഐറ്റം മൈൻഡ് വന്ന കടയാണ് പിന്നെ പറഞ്ഞു വെച്ചാൽ ലോട്ട് ഓഫ് മെമ്മറീസ് കാരണം വീടിൻ്റെ അടുത്തായതുകൊണ്ട് ഇളയതാണെങ്കിൽ പോലും നമ്മൾ ഒരു വൈബാണ് മോസ്റ്റ്ലി ഫണ്ണിയാണ് കൂടുതൽ കുറച്ചുകൂടാതെ ഒരു അപ്പോൾ ഇപ്പോൾ അവൻ ആക്ച്വലി അവൻ എസ്കേപ്പ് ചെയ്യാനല്ല ആക്ച്വലി അവൻ ഫർദർ അവൻ കടുക്കാൻ പോവുകയാണ് അത് പക്ഷെ എന്നിൽ നിന്ന് പോകുമ്പോൾ വിഷമം എനിക്കുണ്ട് എന്നിൽ നിന്ന് പോവുകയാണല്ലോ ഇവിടെ നിന്ന് എസ്കേപ്പ് ചെയ്യുകയാണല്ലോ ലൈക്ക് അവിടെ പൊളിക്കാൻ പോവുകയാണല്ലോ മൈൻഡുണ്ട് പക്ഷെ അവിടെ പൊളിക്കാൻ പോകല്ല അവിടെ കടുപ്പമാണ് ഓക്കെ അത് ഭാഷ പോലും വേറെയാണ് കന്നഡ ഭാഷ തുളുവ ഏതോ ഭാഷയാണ് അവിടെ ബാംഗ്ലൂർ അവിടെ എല്ലാം മിക്സ് ഓഫ് കൾച്ചറാണല്ലോ അപ്പോൾ അവിടെ ഒറ്റയ്ക്കും കൂടെയാണ് ഓക്കെ അതാണ് അവനത് വിഷമമാണ് ഓക്കെ ഇന്ന് വൈകുന്നേരം നമ്മൾ മിക്കവാറും ഇന്ന് ഡേറ്റ് 24 ബുധനാഴ്ചയാണ് നാളെ ക്രിസ്മസ് ഇന്ന് മിക്കവാറും മോസ്റ്റ് പ്രോബ്ലി നമ്മൾ ഇന്ന് വൈകുന്നേരം കോവിലിൽ പോകും ലാസ്റ്റ് കോവിൽ മീറ്റാണ് ലാസ്റ്റ് ഇപ്പോഴത്തെ ഈ ടൈം പീരീഡിൽ ലാസ്റ്റ് ആയിരിക്കും അവൻ പോയിട്ട് ഇനി എപ്പോൾ വരുന്ന അറിയത്തില്ല ഞാൻ ഒറ്റയ്ക്ക് പോകുന്നത് കുറവാണ് ഗോണ മിസ്സിൻ മാൻ really gonna miss him നമ്മൾ കോവിലിൽ ഞാൻ പോയി തുടങ്ങിയ പോലും അവൻ കാരണമാണ് പത്മനാഭൻ്റെ അവിടെ പോയി തുടങ്ങിയ പോലും അവൻ കാരണമാണ് സോ ലോട്ട് ഓഫ് മെമ്മറീസ് ആ പടമുള്ളൊരു ആശ്വാസം എന്ന് വെച്ചാൽ നമ്മൾ ബോയ്സ് ആയതുകൊണ്ട് പയ്യന്മാരായതുകൊണ്ട് ദർ ഇസ് നോ സെപ്പറേഷൻ ഓക്കെ ഇപ്പോൾ എൻ്റെ കൂട്ടുകാരി ആയിരുന്നെങ്കിൽ കല്യാണം കഴിച്ച് പോയാൽ പിന്നെ തീർന്ന് പിന്നെ ആണുങ്ങളായിട്ട് അത്ര കമ്പനി ഇടാൻ പറ്റില്ലല്ലോ അവൾക്ക് ഭർത്താവിൻ്റെ ചൊൽപ്പടി നിൽക്കണം ഓക്കെ ഇഷ്യൂസ് ആവും താങ്ക് ഗോഡ് വി ആർ ബോയ്സ് വി ആർ മെൻ സോ നമുക്ക് കണക്ട് ചെയ്യാം താങ്ക് ഗോഡ് അത് വളരെ 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 ഒരു ബ്ലെസ്ഡ് ആണ് ഞാൻ പറഞ്ഞ എന്താണെന്നുള്ള മേ ബി ഗേ ഫാക്ടർ ഈ വീഡിയോ കാണുമ്പോൾ നിനക്ക് തോന്നുമായിരിക്കും നീ മാത്രമാണ് എൻ്റെ സബ്സ്ക്രൈബർ നീയുണ്ട് വേറെ ഒരുത്തിനും കൂടെ ഉണ്ടോ സബ്സ്ക്രൈബർ വേറെ ഒരാളിനും ഉണ്ട് ആരാന്തോ സബ്സ്ക്രൈബർ നമ്പർ 2 ആരാന്തോ സംബടി ഐ ഡോണ്ട് നോ നീയുണ്ട് നീ കാണും അതായത് മഹി നീ തന്നെ ഈ വീഡിയോ ചെയ്യണം നിനക്ക് വേണ്ടിയാണ് നീ കാണുന്നത് നീ തന്നെ നീ ഇത് എപ്പോൾ കാണുമെന്ന് പറഞ്ഞൂടാ ദിസ് ഇസ് 24th ഡേ പിന്നെ പറഞ്ഞ 24 ഡിസംബർ 2025 മഹി 26-ാം തീയതി പോകും എന്നാണ് പറയുന്നത് എറണാകുളത്ത് പോയിട്ട് അവിടെ നിന്ന് ബാംഗ്ലൂർ പോകുന്നതാണ് പറയുന്നത് സോ ടുഡേസ് ലാസ്റ്റ് ഡേ നാളെ കസിൻസിൻ്റെ വീട്ടിൽ പോകുന്ന പറഞ്ഞാൽ അപ്പോൾ ഇന്നും കൂടെയാണ് എനിക്ക് നേരെ കിട്ടുള്ളൂ മറ്റന്നാൾ രാവിലെ വെളുപ്പിന് ഞാൻ പോകും സോ ഞാൻ ഇത് തട്ടി കേട്ടിട്ട് ഇങ്ങനെ നടന്നൂടാ ലാസ്റ്റ് ബ്രോക്ക് വരും എന്നിട്ട് നമുക്ക് ബാക്കി ഇവിടുത്തെ വർക്കുകളുണ്ട് താങ്ക് ഗോഡ് ഞാൻ സൈറ്റിലല്ല ലൈക്ക് ചേഞ്ചായി ഞാൻ കരിയർ ഇനി ഇവിടെ നിന്ന് എനിക്ക് ജമ്പ് ആവണം അല്ലെങ്കിൽ ഞാൻ കടുക്കും ഒന്ന് കാമായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓരോന്നായിട്ട് ഇപ്പോഴും നോക്കി തുടങ്ങണം ഓക്കെ ഞാൻ ജിമ്മിൽ ഇന്ന് പോയി ആഫ്റ്റർ 1.5 വീക്സ് ഇന്ന് ഞാൻ രാവിലെ പോയി ജിമ്മിൽ പാടായിരുന്നു ശ്വാസം മുട്ടലൊക്കെ വന്നു പാടായിരുന്നു കുറച്ച് കളിച്ചിട്ടും വന്നു സോ ഇത് ആറിപ്പോകുന്ന മുന്നേ ഞാൻ ഒന്ന് ഫിനിഷ് ചെയ്തിട്ട് ലൈക്ക് 10 മിനിറ്റായി നമ്മുടെ മിസ് യു മാൻ നന്നായിട്ട് സെറ്റാവും നമ്മൾ സെറ്റാവും ഞാൻ അങ്ങ് ബാംഗ്ലൂർ വരും ചുമ്മാ വരുന്നതായിരിക്കില്ല ഇതൊരു റീൽ ഫോർമാറ്റ് ആവട്ടെ ഞാൻ അങ്ങ് ബാംഗ്ലൂർ വരും സെറ്റായിട്ട് വരും ഇപ്പോൾ ഇന്നത്തെ ഡേറ്റ് 24/12/2025 ഡിസംബർ 24
ക്രിസ്മസിൻ്റെ തലേ ദിവസം 2025 വർഷം ഞാൻ അങ്ങ് വരും, നമുക്ക് പൊളിക്കാം, നമ്മൾ സെറ്റാവും. ഇത് ടൈം ക്യാപ്സ്യൂൾ എന്നാണ് വെച്ചു, സെറ്റാവും, നോക്കിയോ. അത്രേ ഉള്ളൂ. ഓക്കെ, സുധാസ്.